ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പല ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ കർഷകർ ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് ചെല്ലുന്ന സമയത്ത് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തൊരു ഫാർമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാറായിട്ടുണ്ട്. സോ എന്താണ് കതിർ ആപ്പ്, അതിലെങ്ങനെ രജിസ്ട്രേഷൻ നടത്താം, എങ്ങനെ നിങ്ങളുടെ ഒരു ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കതിർ ആപ്പ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു കതിർ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് കേരള ഗവൺമെന്റിന്റെ. സോ ഇൻസ്റ്റാൾ ചെയ്യുക. കതിർ ആപ്പിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്ന് ഡൗൺലോഡ് ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. കാണാനായിട്ട് സാധിക്കും ഈ ഒരു പർട്ടിക്കുലർ ആപ്പിനകത്ത് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി. അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാർമർ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഫാർമർ ഐ ഡി, ഇവയൊക്കെ ഡീറ്റെയിൽ, ഇവ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് അതിനകത്ത് കൊടുക്കാനായിട്ട്. ഫാർമേഴ്സ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പം നമുക്കത് ഇൻഫോം ചെയ്യാം. ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ കിട്ടാം, എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം, പിന്നെ സോയിൽ ടെസ്റ്റിനുള്ള രജിസ്ട്രേഷൻ, അങ്ങനെ പല കാര്യങ്ങളാണ് ഈ ആപ്പ് വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആപ്പ് ഉണ്ടായി, നമ്മൾ ആപ്പ് എടുക്കുക. ആപ്പ് എടുത്തതിന് ശേഷം കണ്ടിന്യൂ, ലൊക്കേഷൻ, ക്യാമറ, അല്ലെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ, ഈ കാര്യങ്ങൾക്കെല്ലാം ആക്സസ് കൊടുക്കുക. ആക്സസിന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് പോയതിനു ശേഷം Welcome to Cather. Please click on Farmer Login to നമുക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാം. സോ ഫാർമർ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്, നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തവർ രജിസ്റ്റർ ആൻ അക്കൗണ്ട്. സോ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ആരാണോ ഫാർമർ അയാളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ആദ്യമേ പേര് മെയിൽ ആണോ ഫീമെയിൽ ആണോ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത്. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും എന്താണ് ഡോക്യുമെന്റുകളിലൊക്കെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫാർമറുടെ ആധാർ നമ്പർ, ആ പറയപ്പെടുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ, എന്നിട്ട് സെൻഡ് OTP കൊടുക്കുക. അപ്പം ഈ പറയപ്പെടുന്ന പ്രിസ്ക്രൈബ്ഡ് നമ്പറിലേക്ക് ഒരു OTP വരുന്നതോ, ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം. സോ ഇനീഷ്യൽ രജിസ്ട്രേഷനായി. ഇനി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു MPN, നിങ്ങളൊരു പിന്ന് ജനറേറ്റ് ചെയ്യേണ്ടതാണ്. ആ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ജനറേറ്റ് MPIN കൊടുക്കുക. സക്സസ്ഫുള്ളി ജനറേറ്റഡ് ദി MPIN. ഓക്കെ, ഡൺ. അതിനുശേഷം നിങ്ങൾ ഇതിനകത്ത് പോകുമ്പോൾ യുവർ നോട്ടിഫിക്കേഷൻ, നെക്സ്റ്റ്, ഫൈൻഡ് ഓൾ ദ പ്രോഗ്രാംസ് ഹിയർ, ഇവ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ആക്സസ് യുവർ ഗ്രൂപ്പ് ഹിയർ, ഓൾ ദ കാര്യങ്ങൾക്ക് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട് ഫിനിഷ്. അതിനുശേഷം യുവർ പ്രൊഫൈൽ സീംസ് ഇൻകംപ്ലീറ്റ്, പ്ലീസ് കംപ്ലീറ്റ് ടു ചെക്ക് എലിജിബിലിറ്റി. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യണം. സോ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തു. അതിനുശേഷം യൂസർ ടൈപ്പ് ഇൻഡിവിജ്വൽ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കേരളത്തിലാണോ, NRI മീൻസ് ഇന്ത്യയുടെ വെളിയിൽ താമസിക്കുന്ന വ്യക്തിയാണോ, കേരളത്തിന് വെളിയിൽ നമ്മൾ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്യുക. പറയപ്പെടുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ പേര്, ജെൻഡർ സെലക്ട് ചെയ്യുക. കാറ്റഗറി ഏതാണ്, ജനറൽ ആണോ, OBC ആണോ, OEC ആണോ, SC ST ആണോ, ഏതാണോ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക.
പിന്നെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടുപേര്, സ്ഥലം ഏതാണ്, ദെൻ ഇതിനകത്ത് പോസ്റ്റ് ഓഫീസ് കാണിക്കും. നിങ്ങളുടെ കറസ്പോണ്ടിങ് പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ആളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ, ഈ പറയപ്പെടുന്ന ആരുടെ പേരിലാണോ എടുക്കുന്നത് അയാളുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്ന റേഷൻ കാർഡ് നമ്പർ. റേഷൻ കാർഡ് നമ്പർ. ദെൻ സെലക്ട് ദ കൃഷിഭവൻ, ഏത് കൃഷിഭവനാണ് വരുന്നത്. നിങ്ങളുടെ കൃഷിഭവൻ ഏതാണോ ആ കൃഷിഭവൻ സെലക്ട് ചെയ്യുക. ഓക്കെ, വാർഡ് ഏതാണ്, നിങ്ങൾ ഏത് വാർഡിലാണ് വരുന്നത്, നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ ഏത് വാർഡിലാണ് വരുന്നത്. പഞ്ചായത്തിലെ വാർഡല്ല സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഏത് സെക്ഷനിലാണോ വരുന്നത്, നിങ്ങളുടെ വീടുമായിട്ട് അടുത്ത് വരുന്ന സെക്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ട് നമ്മളത് രജിസ്ട്രേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ID കാർഡ് ആപ്ലിക്കേഷൻ, ഓൾ മാൻഡേറ്ററി ഡീറ്റെയിൽസ് ആർ ഫിൽഡ് ഇൻ. ഓക്കെ, വേറെ എന്തൊക്കെ ഡീറ്റെയിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നോക്കാം. യൂസർ പ്രൊഫൈൽ ഡീറ്റെയിലുകളെല്ലാം നമ്മൾ കൊടുത്തു. എഡിറ്റ് ചെയ്ത പ്രൊഫൈൽ കൊടുത്താൽ ഇനി നമ്മൾ കൊടുക്കാനായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിസിറ്റി സ്പെഷ്യൽ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾ കൊടുക്കണം. അതില്ല എങ്കിൽ അത് കൊടുക്കേണ്ടതായിട്ടില്ല. ദെൻ ലാംഗ്വേജ് കൊടുത്തു. ദെൻ ID കാർഡ്, ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് മൈ ഫാംസ് ഡീറ്റെയിൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത്. സോ നമ്മൾ ഇടുക്കി, ഓക്കെ, ഏത് ലൊക്കേഷനാണ്, ഏത് കൃഷിഭവനെങ്കിൽ ഏത് താലൂക്കാണെന്ന് സെലക്ട് ചെയ്യുക. താലൂക്ക് സെലക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ഉള്ള വില്ലേജ് ആണ്, ആ താലൂക്കിന് കീഴിൽ ഏത് വില്ലേജ് ആണോ. ദെൻ നമ്മൾ സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, ബ്ലോക്ക് നമ്പർ, പിന്നെന്താണ് ഇവയൊക്കെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. നമ്മൾ നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റിൽ ടാക്സ് റെസിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ടാക്സിൻ്റെ റെസിപ്റ്റ് നോക്കിയാൽ ടാക്സ് റെസിപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സർവേ നമ്പറും ബ്ലോക്ക് നമ്പറും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഏതാണ് സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സർവേ നമ്പർ കൊടുക്കുക. ദെൻ സബ് സർവേ നമ്പർ, സബ് നമ്പർ, ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ യെസ്, ഓണറുടെ ടൈപ്പ് ഓണർ കം കൾട്ടിവേറ്റർ രണ്ടും നമ്മൾ തന്നെയാണെങ്കിൽ അതങ്ങനെ കൊടുക്കുക. ടോട്ടൽ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലാൻഡ് ഇൻ സെൻറ്റ്, എത്ര സെൻറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് മൊത്തം ഉള്ളത് അത് കൊടുക്കുക. ദെൻ ടൈപ്പ് ഓഫ് ദ ലാൻഡ്, വെറ്റ് ലാൻഡ് ആണോ, ചാത്തുപ്പനാണോ, പാടി ഫില്ലാണോ, കാർഡൻ ലാൻഡാണോ, ഏത് തരത്തിലുള്ള ലാൻഡാണോ കൊടുക്കുക. നിങ്ങളുടെ വാട്ടർ സോഴ്സ് എന്താണ്, നിങ്ങൾക്ക് കുളമാണോ, കിണറാണോ, ബോർവെല്ലാണോ, എന്താണുള്ളത്
അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലോട്ടിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ജിയോ ടാഗ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും സെലക്ട് ചെയ്യുക, ഫോട്ടോ എടുക്കുക. ഫോട്ടോ അപ്പം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വന്നിട്ടുണ്ട് വിത്ത് ആൻ ആക്യുറസി. സോ നമ്മളത് സെലക്ട് ചെയ്യാം. സോ നമ്മളത് പ്രിവ്യൂ കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൊടുത്ത ഡീറ്റെയിലുകളെല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുക. കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് പോവുക. സോ പ്ലോട്ട് ആർഡർ സക്സസ്ഫുള്ളി. അതിനുശേഷം ID കാർഡ് ജനറേഷൻ പറ്റുമെന്ന് നോക്കുക. നോ ടു ഹാർവെസ്റ്റഡ് ക്രോപ്പ്, നമ്മൾ എന്ത് ക്രോപ്പാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. സോ നമുക്കത് സെലക്ട് ചെയ്യാം. മൈ ഫാംസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് ആഡ് ക്രോപ്പ്, എന്ത് ക്രോപ്പാണ് നമുക്ക് ഉള്ളത്. സോ ആഡ് ക്രോപ്പ് സെലക്ട് ചെയ്യുക. ക്രോപ്പ് ഏതാണ് സെലക്ട് ചെയ്യണം. ക്രോപ്പിൻ്റെ പേര്, എന്ത് തരത്തിലുള്ള ക്രോപ്പാണ് നമുക്കുള്ളത്. ക്രോപ്പ് നിങ്ങളുടെ പുരയിടത്തിൽ എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പെപ്പർ സെലക്ട് ചെയ്യുന്നു. പെപ്പർ സെലക്ട് ദ പ്ലാന്റിംഗ് ഡേറ്റ്. നമുക്കത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ് ഒന്നും അറിയാനുള്ള ചാൻസ് ഇല്ല. സോ നിങ്ങളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ഡേറ്റ് കൊടുക്കുക. അതാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആക്യുറേറ്റ് ഡ്യൂറേഷൻ ഇയേഴ്സ്, എത്ര വർഷമായി ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന എത്രയാണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടെൻഡേറ്റീവ് ഹാർവെസ്റ്റ് ഡേറ്റ്, അത് ടെൻഡേറ്റീവ് ഡേറ്റ് അവർ പറയുന്നതാണ്. ഏരിയ അണ്ടർ ക്വാണ്ടിറ്റി, എത്രത്തോളം ഏരിയയിലാണ് ഇതുള്ളത്, പെപ്പർ എത്രത്തോളം ഏരിയയിലാണ് ഉള്ളത് എന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ദ ഈൽഡ് ലൈറ്റ്, ആക്ച്വൽ ഈൽഡ്. ഓക്കെ, എത്ര കിലോ കുരുമുളകാണ് നിങ്ങൾക്ക് ലഭിക്കാറുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. സോ ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു റേറ്റ്, ടെൻഡേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എത്ര കിലോ എത്ര കിലോ കുരുമുളക് കിട്ടുന്നോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രോപ്പ് ഫോട്ടോ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്കത് ക്രോപ്പ് വെച്ചിട്ട് നിങ്ങൾ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും വരുന്ന രീതിയിൽ ക്രോപ്പിനെ കാണാവുന്ന രീതിയിൽ സെലക്ട് ചെയ്ത്, ചെടി കാണാവുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. അതിൻ്റെ പ്രിവ്യൂ പോവുക. ഓക്കെ, സെലക്ട് ദ യൂണിറ്റ്സ്. ഓക്കെ, സെൻറ്റാണോ നമ്പറാണോ ഏതാണ് യൂണിറ്റ് കൊടുക്കുക, പ്രിവ്യൂ കൊടുക്കുക. നമ്മൾ ആ ഡീറ്റെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. സോ സബ്മിറ്റ് കൊടുക്കുക. ആഡ് അനദർ ക്രോപ്പ്, മറ്റൊരു ക്രോപ്പ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ക്രോപ്പ് ഫോട്ടോ സെലക്ട് ചെയ്യാം.
ടച്ച് ചെയ്യുക, പ്രിവ്യൂ കൊടുക്കുക, സബ്മിറ്റ്. നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെയുണ്ടോ ആ ഡീറ്റെയിലുകളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ക്രോപ്പ് ഉണ്ടെങ്കിൽ ആ ക്രോപ്പ് കൂടി കൊടുക്കാവുന്നതാണ്. കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട, പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ജിയോ ടാഗിങ് നോട്ട് ഡൺ. നമുക്ക് ജിയോ ടാഗിങ് ചെയ്യാം. ടാപ്പ് യുവർ പ്ലോട്ട് ഓൺ ദ മാപ്പ് ടു സെലക്ട് യുവർ പ്ലോട്ട്. സോ ഫോർ എക്സാമ്പിൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാപ്പ് കാണും. ഈ കറക്റ്റ് പൊസിഷൻ തന്നെയാണോ നിങ്ങളുടെ പ്ലോട്ട് എന്ന് സെലക്ട് ചെയ്യുക. സോ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ജിയോ ടാഗിങ് നടത്തി കഴിഞ്ഞു. ഇനി പുറകിലേക്ക് പോവാം. അതിനുശേഷം ID കാർഡ് രജിസ്ട്രേഷൻ. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഫാർമേഴ്സിൻ്റെ ഒരു ID, എല്ലാ പ്ലോട്ടുകളും ഡീറ്റെയിലുകളും എല്ലാം കൊടുത്ത് ഫാർമേഴ്സിൻ്റെ ID ജനറേറ്റ് ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഈ പറയപ്പെടുന്ന ആളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ആളുടെ ബാങ്ക് ഡീറ്റെയിൽ കൂടി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ആപ്പിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലുകൾ കൊടുക്കുക. അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുക. ബാങ്ക് പാസ്ബുക്കിന് ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. സോ ഇത് കൊടുക്കുക, അപ്ലൈ നൗ. Application ID submitted successfully. Would you view your ID card status? Your farmer ID card application is under verification. ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ് ഇഷ്യൂ ആയി ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.